ഹായ് ഫ്രണ്ട്സ്, സുവിൻറ്റമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പലാസ പാൻറ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പാൻറ്റ് തയ്ച്ചെടുക്കാം. ഇതുപോലെ ഫ്രണ്ടിൽ ഞാൻ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് 1 മീറ്റർ തുണിയാണ്. അപ്പോൾ താഴെ നല്ല വീതിയിൽ വരണമെങ്കിൽ വീതിയുള്ള ഭാഗം നോക്കിയിട്ട് നമ്മൾ ഈ തുണീനെ മടക്കിയെടുക്കാം. ഇവിടെ തുണി ഞാൻ ഇതുപോലെ 4ആക്കി മടക്കിയിട്ടുണ്ട്. മടക്കിയ ശേഷം ഇതിൻ്റെ വീതി എടുക്കുന്നത് ഞാൻ 12 ഇഞ്ചാണ്. അപ്പോൾ ഹിപ്പ് റൗണ്ട് ഇവിടെ വരുന്നത് 22 ഇഞ്ചാണ്. അതിൻ്റെ 4-1 എടുക്കുക, 5 ഇഞ്ച് പ്ലസ് 5 ഇഞ്ച് എക്സ്ട്രാ ലൂസിന് എടുക്കുക. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. പ്ലസ് ഒരു 1.5 ഇഞ്ച് ആ ക്രച്ചിൻ്റെ അവിടുത്തെ ഒരു ഷേപ്പ് കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 10 പ്ലസ് 1.5 12 ഇഞ്ച്, അങ്ങനെയാണ് ഈ ഒരു വീതി നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്ര തുണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ മടക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീതിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇറക്കം പാൻറ്റിന് എത്ര വേണം, പ്ലസ് ബെൽറ്റിനുള്ളത് നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബെൽറ്റ് എടുക്കുന്നത്. പിന്നെ താഴെ മടക്കി തയ്ക്കാൻ അതനുസരിച്ച് നിങ്ങൾ ലെങ്ത് എടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് 4 ലെയർ കിട്ടും. ഇവിടെ ഇറക്കം ഞാൻ എടുക്കുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്താണ്. ഞാൻ 2 ഇഞ്ചാണ് അതിവിടെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കിട്ടും. ഞാൻ ഇവിടെ ഒരു 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കുമ്പോഴാണ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള വേസ്റ്റ് ബാൻഡാണ് കിട്ടാൻ പോകുന്നത്. ഇനി താഴ്ഭാഗത്ത് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് മടക്കി തയ്ക്കാൻ. ഇനി ഇവിടുത്തെ വേസ്റ്റ് റൗണ്ടാണ്. അത് നമ്മൾ 10 ഇഞ്ച് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചല്ലോ, അതിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ക്രച്ചിൻ്റെ ലെങ്ത്ത് അത് ഞാൻ 9.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. പലാസ പാൻ്റ് ആയതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ക്രച്ച് ലെങ്ത്ത് കൂടുതൽ കൊടുക്കണമായിരിക്കും നല്ലത്. ഇനി ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ക്രച്ചിൻ്റെ ഇവിടെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴ്ഭാഗത്ത് ഞാൻ വണ്ണം കൊടുക്കുന്നത് 10 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. അപ്പോൾ അവിടെ നല്ല വീതി വേണമെന്നുള്ളവർക്ക് കൂടുതൽ തുണി എടുത്ത് ഇതുപോലെ മടക്കാം. ഇനി ഈ തയ്യൽ തുമ്പും ഈ ക്രച്ചിൻ്റെ ഈ പോയിൻറ്റും കൂടി ഇതുപോലെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാ മാർക്കിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ക്രച്ചിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ മാർക്ക് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്തെടുക്കാവുന്നത്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. അതിൻ്റെ 4-1 എടുക്കുക. പ്ലസ് എത്രയാണ് നമുക്ക് ലൂസ് വേണ്ടത്. ഇപ്പോൾ ഒരു 5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 5 ഇഞ്ച്, അപ്പോൾ മറ്റേ സൈഡ് ഒരു 5 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 10 ഇഞ്ച് ചുരുക്കം ഉണ്ടാവും. ഇലാസ്റ്റിക് ഇടുമ്പോൾ കിടക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ നമുക്ക് 2 പീസായിട്ട് കിട്ടും, ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ 2 പീസിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഈ ക്രോച്ചിൻ്റെ ഭാഗം വേസ്റ്റ് ബാൻഡിന് മുകളിൽ നിന്ന് താഴെ വരെ ജോയിൻ ചെയ്തെടുക്കാം. ഈ താഴ്ഭാഗം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ തുണീനെ ഇതുപോലെ മിഡിലാക്കി കൊണ്ടുവരാം. ഇനി ഈ ഭാഗം ഒപ്പം കൊണ്ടുവന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഈ ക്രച്ചിൻ്റെ ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ താഴ്ഭാഗവും ഈ ഒരു സൈഡൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേസ്റ്റ് ബാൻഡാണ്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണല്ലോ വേസ്റ്റ് ബാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ഇതുപോലെ ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് ആ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടേക്ക് ആ ഒരു പോയിന്റിലേക്ക് ഈ തുണീനെ മടക്കാം.
എന്നിട്ട് നമ്മളത് 1 ഇഞ്ചിലേക്ക് ആക്കാം. അങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് തയ്ക്കേണ്ടത്. ഇലാസ്റ്റിക് ഞാൻ ഇവിടെ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാനിവിടെ ബെൽറ്റിന് വേണ്ടി ഒരു 20 ഇഞ്ച് നീളമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ബെൽറ്റ് കൊടുക്കാം. 20 ഇഞ്ച് അപ്പോൾ 40 ഇഞ്ചാണ് എൻ്റെ നീളം എടുക്കുന്നത്. 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. ഇതിനെ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനിതുപോലെ മടക്കിയിട്ട് നമ്മൾ പൈപ്പിംഗ് കൊടുക്കുമല്ലോ, അതുപോലെ നല്ല വീതിയിലാണ് ഇവിടെ പൈപ്പിംഗ് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, മറ്റൊടുത്ത് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കാണ്. അപ്പോൾ അതിൽ കൂടെ ഈ തുണീനെ നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിടാം. അപ്പോൾ വേസ്റ്റ് റൗണ്ടിനേക്കാളും ഡബിളാണ് ഞാൻ ഈ ഒരു ബെൽറ്റിന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ സൈഡിലും പടി പോലെ വെച്ച് കൊടുക്കണം ഈ ബെൽറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് പോലെ ഒരു പീസ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ ഒരു പടി വയ്ക്കേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ പടീനെ ഇതുപോലെ ഈ ബെൽറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എത്ര ഇഞ്ച് വീതി വേണമെന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. പ്ലസ് ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഇതുപോലെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബെൽറ്റിൻ്റെ ഇവിടെയായിട്ട് ഇവിടെ ഈ ഒരു പടി ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അവിടെ അതിനുശേഷം ഈ ഒരു അറ്റം മടക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്രണ്ടിൽ 2 സൈഡും ബാക്കിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ നീളം 22.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഈ ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് പിൻ കുത്തിയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിൽ വേണം നമ്മൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത്. ഇനി ഇതുപോലെ ചുരുക്കിട്ട ശേഷം ഈ ഒരു 2 ഇലാസ്റ്റിക് ഒരുമിച്ച് പിടിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇലാസ്റ്റിക് ഇട്ട ശേഷം ഞാനിവിടെ ഇതിന് മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബാൻഡിന് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയിൽ ചുരുക്കുകൾ കിട്ടും. അപ്പോൾ കൂടുതൽ ചുരുക്ക് കിട്ടാൻ കാരണം നമ്മൾ എക്സ്ട്രാ 5 ഇഞ്ച് ചുരുക്കിട്ടതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ബെൽറ്റിന് നമുക്കിതുപോലെ നമുക്കുള്ള ഇഷ്ടമനുസരിച്ച് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പലാസ പാൻറ്റ്. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. 1 മീറ്റർ കൊണ്ടാണ് ഞാൻ ഈ ഒരു പാൻറ്റ് തയ്ച്ചത്. കൂടുതൽ വീതി വേണ്ടവർക്ക് അതനുസരിച്ച് തുണി കൂടുതൽ മടക്കി വീതി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്